എന്റെ ദേവി, എന്റെ ഭർത്താവിന്റെ ആഗ്രഹപ്രകാരം ഈ കല്യാണം നല്ല രീതിയിൽ നടക്കണം. പ്രിയൻ സന്തോഷത്തോടെ ഈ കല്യാണത്തിന് സമ്മതിക്കണം. അവന് നല്ല ബുദ്ധി തോന്നിപ്പിക്കണേ. അമ്മേ, അമ്മയ്ക്ക് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കണം. എങ്ങനെയെങ്കിലും ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് അമ്മ പാറുവിനെ മരുമകളായി സ്വീകരിക്കാൻ തയ്യാറാവണേ. പാറു എന്നെ വിശ്വസിച്ചാ നിൽക്കുന്നത്. അവളെ കൈവിടാതെ എല്ലാ പ്രശ്നങ്ങളും നേരിടാനുള്ള ശക്തി നീ എനിക്ക് തരണം. എന്റെ ചേട്ടനും അമ്മയായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തീരണേ ദേവി. പാറുവിന്റെ മനസ്സ് അമ്മ മനസ്സിലാക്കണേ. തിരുമേനി, ഞങ്ങള് ചടങ്ങ് നടക്കുന്നിടത്തേക്ക് പോയിക്കോട്ടെ. ആ ശരി, ഞാൻ വന്നോളാം. ആ ശേഖരേട്ടൻ നേരത്തെ എത്തിയല്ലോ. വെറുതെ ബ്ലോക്കിൽ പെട്ട് വൈകിക്കണ്ടെന്ന് കരുതി. അതേതായാലും നന്നായി. കല്യാണ നിശ്ചയമായിട്ട് ഇത്ര ബന്ധുക്കളെ വിളിക്കുന്നുള്ളോ? അതിന് ഇത് നിശ്ചയമൊന്നും അല്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് പ്രിയന്റെ അച്ഛൻ ഇവിടെ വെച്ചാണ് എന്റെ ചേട്ടന് ഇവനും തുളസിയും തമ്മിലുള്ള കല്യാണം നടത്താന്ന് വാക്ക് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഒരു ചെറിയ ചടങ്ങ് നടത്തണമെന്ന് എനിക്കുണ്ടായിരുന്നു. പൂജാരി നല്ല സമയം നോക്കി നിശ്ചയം എന്ന് വെക്കാന്ന് നമ്മള് ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് പറയും. ഇന്ന് അത്രേ ചെയ്യുന്നുള്ളൂ. നിശ്ചയം നമുക്ക് ഗംഭീരമായി നടത്താം ശേഖര. അത് മതി. എന്നാ വാ, നമുക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നിക്ക്. ഞാൻ ഇന്നലെ ചെയ്തത് ഇന്ന് ഇവിടെ വെച്ച് ചടങ്ങ് നടത്താൻ വേണ്ടി മാത്രമല്ല. ഇന്ന് കല്യാണത്തിന് സമ്മതമുള്ള പോലെ അഭിനയിച്ച് പിന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാന്ന് നീ കരുതണ്ട. നിന്റെയും തുളസിയുടെയും കല്യാണം ഞാൻ എന്തായാലും നടത്തും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇന്നലെ ഞാൻ പകുതി വഴിക്ക് വേണ്ടെന്ന് വെച്ച കാര്യം പൂർത്തിയാക്കും. അരുതാത്ത എന്തെങ്കിലും നിന്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചു കിടക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കോ. അമ്മേ, ദേവി, എനിക്കൊരു വഴി കാണിച്ചു തരണേ. നീ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടോ? നീ തന്നെയല്ലേ പ്രിയനോട് അമ്പലത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാൻ പറഞ്ഞ്? എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ പാറു കാര്യം? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇന്നലെ അമ്പലത്തിലേക്ക് വരില്ല എന്ന് പ്രിയൻ ചേട്ടൻ പറഞ്ഞതിന് അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. പ്രിയൻ ചേട്ടൻ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ പ്രിയൻ ചേട്ടൻ അമ്പലത്തിലേക്ക് ചെന്നില്ലെങ്കിൽ ഇനിയും ആത്മഹത്യക്ക് ശ്രമിക്കുന്ന അമ്മ ഭീഷണിപ്പെടുത്തി. ഞാൻ പ്രിയൻ ചേട്ടനോട് എന്തു പറയണം? അമ്മ ആത്മഹത്യ ചെയ്യാണെങ്കിൽ ചെയ്യട്ടെ, നമുക്ക് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറയണോ? അച്ഛനില്ലാതെ പ്രിയൻ ചേട്ടൻ ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഇനി അമ്മയും കൂടി നഷ്ടപ്പെട്ട പ്രിയൻ ചേട്ടന്റെ അവസ്ഥ എന്താവും? ഞാൻ കാരണം പ്രിയൻ ചേട്ടന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പാപം ഞാൻ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയാനാ? ഞാൻ കാരണം പ്രിയൻ ചേട്ടനും കുടുംബത്തിനും ഒരു തരത്തിലും ദോഷം സംഭവിക്കരുത്. അതുകൊണ്ടാ
ഞാൻ പ്രിയൻ ചേട്ടൻ അമ്പലത്തിലേക്ക് പോകാൻ നിർബന്ധിച്ചത്. നിന്റെ അവസ്ഥ വേറെ ആർക്കും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാൻ മാത്രം ഞങ്ങൾക്ക് കഴിയൂ. പക്ഷേ നീ അമ്പലത്തിലേക്ക് പോയില്ലെങ്കിൽ പ്രിയന്റെ അമ്മ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ? എനിക്ക് അമ്പലത്തിലേക്ക് പോകാൻ കഴിയില്ല ആയിഷ. വേറൊരു പെൺകുട്ടിയായിട്ട് പ്രിയൻ ചേട്ടന്റെ കല്യാണം തീരുമാനിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനത് എങ്ങനെയാ അമ്പലത്തിൽ ചെന്ന് കണ്ടു നിൽക്ക? കരയില്ലേടി? കരയില്ലേ പാറു, ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. നീയും പ്രിയനും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാ. നിങ്ങൾക്ക് ഒരിക്കലും പിരിയേണ്ടി വരില്ല. ഇതൊരു പരീക്ഷണമായി കണ്ടാ മതി. ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അത് മതി. വാ. മോഹൻചേട്ടാ, ജയന്തി ചേച്ചി നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞ് വരാതിരുന്ന പോലെ നമുക്കും എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാകായിരുന്നു. പ്രിയൻചേട്ടൻ വിഷമിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഈ പരിപാടി കൊളാക്കിയാലോ? എന്ത് പരിപാടിയും കൊളവാക്കാൻ നിനക്കൊരു പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ തൽക്കാലം അത് പുറത്തെടുക്കണ്ട. പ്രിയനല്ലെങ്കിലേ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. നീ ഇനി ഓരോന്ന് കാണിച്ച് അത് കൂട്ടണ്ട. വാ. മോഹന്, പാറു വന്നില്ലേ? അല്ല, അവൾ ഇങ്ങോട്ട് വന്ന് കാണുമെന്നാ ഞങ്ങൾ കരുതിയത്. അവളെ ഫോൺ ചെയ്ത് എവിടെ എത്തിയെന്ന് ചോദിക്ക്. അവള് വരാതെ ഈ ചടങ്ങ് തുടങ്ങില്ല. ആരേ പാറു? ശോഭയ്ക്ക് പരിചയമുള്ള കുട്ടിയാ. പ്രിയന്റെ കൂടെയാ ജോലി ചെയ്യുന്നത്. ശോഭയ്ക്ക് അവളെ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. ആര് വന്നില്ലെങ്കിലും നീ ഉറപ്പായി വരണമെന്ന് ശോഭ അവളെ പ്രത്യേകം ക്ഷണിച്ചിരുന്നു. പാറുവിനും ശോഭയ്ക്ക് മാത്രമാണോ വലിയ കാര്യം? പ്രിയനും അങ്ങനെ വല്ലതും ഉണ്ടോ? ആ, നിന്റെ കുരുട്ട് ബുദ്ധി ഉപയോഗിച്ചു തുടങ്ങിയല്ലേ. അവരൊരുമിച്ച് ജോലി ചെയ്യുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഇങ്ങനെ മോശം പറയരുത്. നിന്റെ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഈ ചടങ്ങിലേക്ക് പാറുവിനെ വിളിച്ചു വരുത്തി അവളെ വിഷമിപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് സുഖമാണ് കിട്ടാൻ പോകുന്നത്? പ്രിയൻചേട്ടാ, ഞാൻ രാവിലെ പാറുവിനെ വിളിച്ചിരുന്നു. അവൾ എന്തായാലും വരില്ല എന്ന് പറഞ്ഞു. ഇനി അവള് വന്നില്ലെങ്കിൽ അമ്മ ഈ ചടങ്ങ് വേണ്ടെന്നൊക്കെയോ? പൊടിക്കഴുതേ, ഇവന്റെ അമ്മ വാശിക്ക് ഹോസ്റ്റലിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. എന്താ രഹസ്യം പറഞ്ഞോണ്ട് നിൽക്കുന്നേ? പോയി പാറുവിനെ വിളിക്കാൻ നോക്ക്. ശരിയമ്മ, വിളിക്കാം. തിരുമേനി, തുടങ്ങിയാലോ? ഞാൻ രണ്ടുപേരുടെയും ജാതകം നോക്കി. അടുത്ത മാസം 2-3 നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഏറ്റവും നേരത്തെയുള്ള ദിവസം തന്നെ തീരുമാനിച്ചോളൂ. ഞങ്ങൾക്ക് ഇനിയും വെച്ച് നീട്ടാൻ താല്പര്യമില്ല.